വാദിൽ ലജബ് സൗദി അറേബ്യയിലെ ജീസാനിൽ നിന്ന് വെറും 45 കിലോമീറ്റർ 2 മലകൾക്കിടയിലുള്ള ഒരു താഴ്വാരയാണ് വാദിൽ ലജബ്. നമ്മൾ വണ്ടി നിർത്തി അവിടുന്ന് ട്രക്കിൽ കയറി പോകുന്ന വഴിയാണ്. കാരണം നമ്മളെ സ്വന്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ കൂടുതലും അങ്ങോട്ടേക്ക് വണ്ടികൾ കൊണ്ടുപോകാതിരിക്കലായിരിക്കും നല്ലത്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടി ചില സമയം അടിയൊക്കെ മുട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ വണ്ടിയാണെങ്കിൽ ഇവർ കടത്തി വിടില്ല. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂരിറ്റി വണ്ടിയാണിത്. നമ്മൾ ട്രക്കിൽ പോകുമ്പോൾ ട്രക്കിന് പോകാൻ വേണ്ടി ഡോറ് തുറന്നു തരികയാണ്, നമ്മൾ അകത്തോട്ടേക്ക് പോകുകയാണ്. പിന്നെ XCV വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിയും ഓൾമോസ്റ്റ് താഴ്വാരം വരെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ചെറിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് പോകാതിരിക്കാനാണ് നല്ലത്. ട്രക്ക് മുകളിൽ നിന്ന് താഴ്വാരത്തേക്ക് കൊണ്ടുപോകാൻ ഒരാൾക്ക് 10 റിയാൽ വെച്ചാണ് വാങ്ങുന്നുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് നടന്നിട്ടും പോവാം. നടന്നു പോവുകയാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ ഉണ്ട്, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് ആ മലൻ്റെ 2 മലകൾക്കിടയിലൂടെ ആസ്വദിച്ച് നടന്നു പോകാവുന്നതാണ്. ഞങ്ങൾ പോയത് ട്രക്കിലും തിരിച്ച് ഞങ്ങൾ നടന്നിട്ടാണ് വന്നത്. ഒരു രക്ഷയുമില്ല. സൗദി അറേബ്യയിലുള്ള ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട കാര്യം തന്നെയാണ് വാദിൽ ലജബ്. ഇവിടെ ഒരാളോട് നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്രം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയത്, ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അഗ്നി സ്ഫോടനം ഉണ്ടായിട്ട് അഗ്നി ഒലിച്ചു പോയി മല 2 ഭാഗത്തേക്കായതാണ്. ഈ കാണുന്ന റോഡുകളൊക്കെ ആ അഗ്നി ഒലിച്ചു പോയത് എന്നാണ് പറയുന്നത്. നമ്മൾ ലാവൊക്കെ പൊട്ടി യൂറോപ്പിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ എന്നാണ് അവർ പറയുന്നുള്ളത്. പക്ഷേ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. പക്ഷേങ്കിൽ ഈ പാറയുടെ കറുത്ത ഇതൊക്കെ കാണുമ്പോഴേക്ക് അയാൾ പറയുന്നതും ശരിയാണെന്നൊരു തോന്നൽ. അത് സത്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരിക. ഈ പോകുന്ന വഴികൾ നമ്മൾ പോയത് പിന്നെ ജൂൺ മാസത്തിലാണ്. ജൂൺ മാസത്തിൽ ഏകദേശം 6-7 തീയതിയിലാണ് പോയത് 2025. പക്ഷേങ്കിൽ ആ സമയം ചൂടായതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും വെള്ളമില്ല. നേരെ മറിച്ച് മഴയൊക്കെ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വാഹനം പോകുന്ന ഈ വഴിയിൽ മുട്ടിനും അരൻ്റെയും അടുത്ത് അത്രത്തോളം വെള്ളം ഇവിടെ ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നുള്ളത്. അത് പല വീഡിയോകളിലും നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുമുണ്ട്. ഇവിടുന്ന് വെള്ളത്തിൽ ഇങ്ങനെ സൗദികളൊക്കെ നടന്നു വരുന്നത്. ആ സമയത്തൊന്നും അജ്നബികൾക്കൊന്നും അലോഡ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നുള്ളത്. പക്ഷേ അവിടെയുള്ള പ്രദേശവാസികൾ അവിടെ പോകാറുണ്ട്. ഈ മലയെല്ലാം കാണുന്നത്, ഈ കറുത്ത ഇത് കാണുമ്പോഴേക്കാണ് നമുക്ക് തോന്നുന്നത് പണ്ട് ഇത് ലാവ പൊട്ടി പുറപ്പെട്ട പോലെ തന്നെയാണുള്ളത്. പക്ഷേങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു കാര്യമായിട്ട് ഭയങ്കര. കാരണം കൂടുതലൊന്നും നമുക്ക് വിവരിക്കാൻ അറിയില്ല. പക്ഷെ നമ്മൾ അവിടെ കണ്ടത് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരാമെന്നേ ഉള്ളൂ. എന്തായാലും സൗദി അറേബ്യയിൽ ടൂറൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു രക്ഷയുമില്ല. കണ്ണ് കുളിർക്ക് കാണാൻ പറ്റും. പണ്ട് മല്ലു ട്രാവലർ വന്നിട്ട് സൗദിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് സൗദിയിലുള്ള വ്ളോഗർമാരും എല്ലാ ആൾക്കാരും സൗദി അറേബ്യയിലുള്ള എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇങ്ങനെ എടുത്ത് യൂട്യൂബുകളിൽ ഇടാൻ തുടങ്ങിയത്. അത് വന്നപ്പോഴാണ് നമുക്ക് പോലും ഇത് കാണാൻ വേണ്ടിയിട്ട് തോന്നിയതാ. നമ്മൾ പോകുന്ന വൈകിട്ട് ഈ വണ്ടി പഞ്ചറായി ഇവിടെ കിടക്കുകയാണ്. ഈ പോകുന്ന ആവേശത്തിൽ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. കാരണം എന്ന് വെച്ചാൽ വണ്ടി അവിടെ ഇരിക്കട്ടെ, വരുമ്പോൾ നോക്കുക എന്നുള്ള രീതിയിൽ ഇറങ്ങി പോവാണ്. ഇതിൽ നമ്മൾ